ഇവിടെ വർഷിപ്പ് ചെയ്യാൻ വരുന്ന ആ വ്യക്തി, ഇവിടെ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കാൻ വരുന്ന വ്യക്തി ഇവിടെ നിൽക്കുക. ഇവിടെ നിൽക്കുമ്പോൾ പുരോഹിതൻ പറയും, ഈ മൃഗത്തിന്റെ തലയിലേക്ക് കൈവെക്കാൻ പറയും. ആ മൃഗത്തിന്റെ തലയിലോട്ട് കൈവെക്കും. ആ മൃഗം പെർഫെക്റ്റാ. യേശുവിനെ ആ സൂചിപ്പിക്കുന്നത്. ആ മൃഗം പെർഫെക്റ്റാ. അപ്പോൾ ആ പെർഫെക്റ്റ് ആകുമ്പോൾ ഇനിയിപ്പോ എന്തോ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇവിടെ ആ മൃഗത്തിന്റെ നീതി മുഴുവൻ ഈ ആരാധിക്കുവാൻ സമർപ്പിക്കുവാൻ വരുന്ന ആ വ്യക്തിയിലേക്ക് പ്രവേശിക്കും. ആ മൃഗത്തിന്റെ സകല നീതി ഇങ്ങോട്ടങ്ങ് പ്രവേശിക്കും. പ്രവേശിച്ചിട്ട് പുരോഹിതൻ കത്തിയെടുത്ത് കൊടുക്കും. വർഷിപ്പ് ചെയ്യാൻ വരുന്ന ആളിന്റെ കത്തിയെടുത്ത് കൊടുത്തേച്ച് പറയും, അറക്കാൻ പറയും. അറക്കും. നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു അത്രേ. അപ്പോൾ ഇപ്പോൾ ബേൺഡ് ഓഫറിംഗ് അല്ലെ, ദഹനയാഗത്തിൽ ആ പെർഫെക്റ്റ് ആനിമലിന്റെ പെർഫെക്ഷൻ നമ്മുടെ ഉള്ളിലോട്ട് വന്നു. സിൻ ഓഫറിംഗില് നമ്മുടെ സിന്ന് മുഴുവൻ മൃഗത്തിലേക്ക് പോയി. ആ മൃഗം കൊല്ലപ്പെട്ടു. ഇപ്പം ആരാണ് പെർഫെക്റ്റ് ആയിരിക്കുന്നത്? നമ്മൾ. ആരാ പെർഫെക്റ്റ് ആയിരിക്കുന്നത്? ഇപ്പോ നമ്മൾ ഓരോരുത്തരും അല്ലേ? കറക്റ്റ് അല്ലേ? ആരുടെ പെർഫെക്ഷൻ ആയിരുന്നു? കർത്താവിന്റെ പെർഫെക്ഷൻ. ആ മൃഗത്തിൽ നിന്നാണ് പെർഫെക്ഷൻ നമ്മിലേക്ക് വന്നത്. കർത്താവിന്റെ പെർഫെക്ഷൻ, നമ്മുടെ സ്വന്തം പെർഫെക്ഷൻ അല്ലിത്. കടം ലഭിച്ച ജീവിതമായത്. കടം ലഭിച്ച കർത്താവിന്റെ പെർഫെക്ഷനാണ് ഇപ്പുറത്തേക്ക് പ്രവേശിച്ചത്. കർത്താവിന്റെ പെർഫെക്ഷൻ. നമ്മള് കുറ്റക്കാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, തെറ്റുകാരെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല. നമ്മള് പറഞ്ഞിട്ടുണ്ട്, വീണ്ടും എന്റെ മനസ്സിലേക്ക് വരും, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും മറ്റൊരു വിഷയം പറയട്ടെ. ബേൺഡ് ഓഫറിങ് എന്ന് പറയുമ്പോൾ, ആ ദഹനയാഗം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ പെർഫെക്ഷൻ, ആ മൃഗത്തിന്റെ പെർഫെക്ഷൻ, കർത്താവിന്റെ പെർഫെക്ഷൻ നമ്മിലേക്ക് പ്രവേശിക്കുക. സിൻ ഓഫറിംഗിൽ നമ്മുടെ പാപം മുഴുവൻ മൃഗത്തിലേക്ക് പ്രവേശിക്കുക. ഇനി ഹൗ ഫ്രീക്വന്റ് ആർ ദൈ ഡൂയിങ് ഇറ്റ്? ആർ ദൈ സാക്രിഫൈസിങ്? എപ്പോഴാ അതിന്റെ ഫ്രീക്വൻസി എന്നറിയാമോ? സിൻ ഓഫറിംഗ് എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമല്ല.